എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങാറുള്ള മസാല കപ്പലണ്ടിയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മസാല കപ്പലണ്ടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വറുക്കാത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 കപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്കൊരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി അധികം ആവണ്ട, അപ്പോൾ ഒരു കയ്പ്പ് രസം പോലെ വരും. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ആദ്യം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാതെ ലൂസായി പോരും നമ്മുടെ ഈ ബാറ്റർ. ഈ കപ്പലണ്ടിയിൽ നമ്മുടെ ഈ മാവൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് വരണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തതിൽ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിക്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചൂടായ ശേഷം ഞാനത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഓയിലിന്. അപ്പോൾ അത് കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് ചൂടായിരിക്കുന്ന ഈ എണ്ണയിൽ നിന്ന് ഒരു തവി എണ്ണ ഞാൻ എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയുടെ മിക്സ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കപ്പലണ്ടി എണ്ണയൊന്നും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നല്ല ചൂടുള്ള എണ്ണ ഇതിനകത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, അതെന്തായാലും ചേർക്കണം. അപ്പോൾ അതാ ഞാൻ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഈ എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കൈ കൊണ്ട് എടുത്തിടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് എണ്ണയൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോരാൻ ഉപയോഗിക്കുന്ന ആ കയ്യിലുണ്ടല്ലോ അതിനകത്തേക്ക് ഓരോന്ന് നിരത്തി വെച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ നേരിട്ട് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. ഇങ്ങനെ ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. നമ്മളിത് ഇട്ട ഉടനെ ഇതിനകത്ത് നന്നായിട്ട് ബബിൾസ് ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബബിൾസൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ആയി ഒരു കിലുകിലാ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിന് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് ബ്രൗൺ കളറായി പോവും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കി ഇരിക്കുന്ന എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ നമ്മുടെ മസാല കപ്പലണ്ടി എല്ലാനും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈലിലുള്ള വറുത്ത മസാല കപ്പലണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്കിത് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്